السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. പൈതൃക മീഡിയയുടെ ശ്രോതാക്കളെ, ബഹുമാന്യരായ സഹോദര സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയുടെ 49ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടിയായി വിശേഷിപ്പിക്കുന്ന യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള കാര്യങ്ങളാണിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 മുതലാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിലും അതൊരു ബഹുജന അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ പതിറ്റാണ്ടുകൾ പിന്നിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഏതാനും യൂണിറ്റുകളിലായി തിരൂർ പോലുള്ള ചില താലൂക്കുകളിലായി ഒരു ചെറിയ രൂപത്തിലാണ് പ്രവർത്തനം നടന്നിരുന്നെങ്കിലും രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം അത് നിയമപരമായി ഇടപെടുകയും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ കാണേണ്ടവരെ കാണുകയും നിവേദനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് പ്രസ്ഥാനം വളരെ നല്ല നിലയിൽ തന്നെ തലയുയർത്തി നിന്നിരുന്നു എന്ന് കഴിഞ്ഞ 2-3 പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ 1968 SYSന്റെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 75 മഹാനവറുകൾ വഫാത്താകുന്നത്. ആ വർഷങ്ങളിൽ സംഘടനയുടെ പ്രധാന തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി AP ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ മുന്നേറ്റ ഘട്ടത്തിലേക്ക് SYSന്റെ പ്രവർത്തനവും സമസ്തയുടെ പ്രവർത്തനങ്ങളുമെല്ലാം മാറുകയാണ്. 30/3/75 1975 മാർച്ച് മാസം 30-ാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ SYSന്റെ സുപ്രധാനമായ ഒരു സാധാരണ പ്രവർത്തക സമിതി ചേരുകയുണ്ടായി. അപ്പോൾ അന്ന് ജനറൽ സെക്രട്ടറിയായിരുന്ന KP ഉസ്മാൻ സാഹിബിന് അനാരോഗ്യം മൂലം ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രയാസങ്ങളുണ്ട് എന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതിനാൽ SYSന്റെ പ്രവർത്തക സമിതി അത് അംഗീകരിക്കുകയും ഏതായാലും ഒരു പകരം ആക്ടിംഗ് സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരെ അഥവാ സുൽത്താനുൽ ഉലമയെ ആ മീറ്റിംഗ് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഓഫീസിൻ്റെ റെക്കോർഡുകളുമൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വന്നാൽ കാണുന്നത്, AP ഉസ്താദ് തന്നെ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എന്നെ ഏൽപ്പിച്ച റെക്കോർഡ് KP ഉസ്മാൻ സാഹിബ് വരെയുള്ള അദ്ദേഹം അടക്കമുള്ള സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തിരുന്ന ഓഫീസ് റെക്കോർഡായി ഉസ്താദിനെ ഏൽപ്പിച്ചത് 100 യൂണിറ്റുകൾ മാത്രമുള്ള 101 എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും 100-101 യൂണിറ്റുകൾ മാത്രമുള്ള ആ രേഖകൾ ഏതൊക്കെ യൂണിറ്റ്, ഏതൊക്കെ ജില്ലയുടെ കീഴിൽ ഏതൊക്കെ താലൂക്കുകളായി യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു എന്ന ആ പുസ്തകത്തിലുള്ളത് അന്ന് ആകെ 1954 മുതൽ
30/3/75 വരെയുള്ള നീണ്ട കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ഒട്ടുക്കുമായി SYSന് 100 യൂണിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പ്രവർത്തന രംഗത്ത് സജീവമായ യൂണിറ്റുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കാരണം അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ബിദ്അത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടിയായി സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന സമസ്തയുടെ പ്രവർത്തനം സജീവമായി നടക്കുന്നയിടങ്ങളിലല്ലേ അത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സമസ്തയുടെ അടിത്തറ ജനകീയമാക്കുക എന്ന ഒരു ഡ്യൂട്ടിയാണ് SYSനുള്ളത്. അത് സമസ്തയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യവസ്ഥാപിതമായ കീഴ്ഘടകമായി യൂണിറ്റുകളായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഒരു 101 യൂണിറ്റ് മാത്രമാണുള്ളത്. അതുതന്നെ സജീവമായ യൂണിറ്റുകളുടെ എണ്ണവും വളരെ കുറവാണ്. വേറെ ഒരു പുസ്തകവും ആ റെക്കോർഡിൻ്റെ ഭാഗമായി ഉസ്താദിന് അന്ന് പാണക്കാട് PMSA പൂക്കോയ തങ്ങളെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വരവ് ചെലവ് കണക്കിൻ്റെ റിപ്പോർട്ടായിരുന്നു. അത് 5 ഉറുപ്പിക കമ്മിയായ ഒരു വരവ് ചെലവ് കണക്ക് അത് ക്ലോസ് ചെയ്ത ഒരു പുസ്തകം കൂടിയാണ് ഉസ്താദിനെ ഏൽപ്പിച്ചത്. ആ ആസ്തി SYS എന്ന പ്രസ്ഥാനത്തിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായി ഓഫീസ് സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അതേസമയത്ത് സുന്നി ടൈംസ് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ SYSൻ്റെ ആകെ വരവ് ചെലവ് കണക്ക് നോക്കിയാൽ ഒരു 5 ഉറുപ്പികയുടെ കമ്മിയുണ്ട്. അങ്ങനത്തെ ഒരു ബജറ്റ് പുസ്തകം, അതും ഈ 101 യൂണിറ്റുകളുടെ വിവരങ്ങളുള്ള ഒരു പുസ്തകമായിട്ടാണ് 30/3/75 പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ചേർന്ന SYSൻ്റെ പ്രവർത്തക സമിതിയിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബിയുടെ അനാരോഗ്യം പരിഗണിച്ച് പകരം ആക്ടിംഗ് സെക്രട്ടറിയായി ചുമതലയേറ്റ AP ഉസ്താദ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അതോടുകൂടെ SYSൻ്റെ പ്രവർത്തനം അതിനൊരു പുതിയ മുഖം വരികയാണ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ജനകീയമാവുകയാണ്. വൈസ് പ്രസിഡന്റ് അന്ന് EK ഹസൻ മുസ്ലിയാരാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, 5/6/75 അഥവാ 3 AP ഉസ്താദ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു മൂന്നാമത്തെ മാസം 30/3/75 ആക്ടിംഗ് സെക്രട്ടറിയായി ഉസ്മാൻ സാഹിബിന് പകരം AP ഉസ്താദ് ചുമതല വഹിക്കുന്നത്. അന്നാണ് ഓഫീസിൻ്റെ റെക്കോർഡുകളെല്ലാം ഉസ്താദിനെ ഏൽപ്പിച്ചത്. അങ്ങനെ മൂന്നാമത്തെ മാസം 5/6/75 ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് EK ഹസൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക സമിതിയുടെ തീരുമാനങ്ങൾ. 1. ഇപ്പോൾ സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന SYSൻ്റെ ഓഫീസ് അത് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള സൗകര്യവും അതുപോലെ തന്നെ SYSൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടാൻ ഓഫീസിലെത്തുന്നവരെ സൗകര്യാർത്ഥവും ചേളാരിയിൽ നിന്ന് ഓഫീസ് പ്രവർത്തനം കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് അന്നെടുക്കുന്നത്. അത് ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ്. കാരണം എന്തുകൊണ്ട് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്ക് വരാൻ, യോഗത്തിൽ പങ്കെടുക്കാൻ, അതുപോലെ SYSൻ്റെ ഓഫീസുമായി പ്രവർത്തകന്മാർക്ക് ബന്ധപ്പെടാൻ ചേളാരിയിലേക്കാൾ നല്ലത് കോഴിക്കോട് ടൗണിലാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ടൗണിൽ വാടക കെട്ടിടത്തിലേക്ക് SYSൻ്റെ ഓഫീസ് മാറ്റുന്നത്. AP ഉസ്താദ് അത് വന്ന ശേഷമുള്ള ആദ്യത്തെ ഒരു പുരോഗമനപരമായ പ്രവർത്തനം. ഓഫീസ് വാടക കെട്ടിടത്തിലാണെങ്കിലും അത് കൂടുതൽ സൗകര്യമുള്ളതും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവർക്ക് അനുയോജ്യമായതുമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന നിലക്ക് കോഴിക്കോട്ടേക്ക് മാറ്റി. അതുപോലെ ആ ഓഫീസിൽ AP ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പുരോഗതിയാണ് ആ അന്നത്തെ SYSൻ്റെ മുന്നേറ്റങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ തീരുമാനം 5/6/75 EK ഹസൻ മുസ്ലിയാർ എന്ന വൈസ് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ തീരുമാനം ഹജ്ജിന് പോകുന്നവർക്ക് സഹകരണം ചെയ്തു കൊടുക്കുക, അഥവാ ഫോറം പൂരിപ്പിച്ചു കൊടുക്കുക, ഹജ്ജിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, ക്ലാസുകൾ നൽകുക. അതിനോടൊപ്പം തന്നെ ഓഫീസിൽ ഹജ്ജ് അപേക്ഷകർക്ക് ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കാനും
മാർഗനിർദ്ദേശം നൽകാനും സൗജന്യ സേവനം ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇത് അന്നത്തെ അപേക്ഷിച്ചൊരു വിപ്ലവകരമായ തീരുമാനമാണ്. അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഇന്നത്തെ പോലെ റെക്കോർഡുകൾ പൂരിപ്പിക്കാനും അതിനുള്ള പണം കെട്ടാനൊന്നും ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. അപ്പോൾ ഉസ്താദ് ആക്ടിംഗ് സെക്രട്ടറി ആയി ചുമതലയേറ്റ ഉടനെ ചെയ്ത ഒരു സംഗതിയാണ് ഈ ഓഫീസ് കോഴിക്കോട്ടേക്ക് മാറ്റുകയും ആ ഓഫീസിൽ ഹാജിമാർക്ക് സൗജന്യമായ ഖിദ്മ ചെയ്തു കൊടുക്കാനുള്ള സെല്ല് രൂപീകരണം ആരംഭിക്കാനും തീരുമാനിച്ചു. ആ യോഗത്തിൽ അഥവാ 5/6/75 മൂന്നാമത്തെ തീരുമാനമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് രോഗബാധിതനായി കഴിയുന്ന സ്റ്റേറ്റ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തി. അപ്പോൾ 30/3/75 എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസം മുമ്പ് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് AP ഉസ്താദിനെ ആക്ടിംഗ് സെക്രട്ടറി ആക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ SYS പ്രവർത്തന മേഖലയിലെ അവസാനത്തെ ഒരു തീരുമാനമാണ്. തൻ്റെ പിൻഗാമിയായി താൻ പ്രസിഡന്റാണെങ്കിലും താൻ 6-7 വർഷം നയിച്ച ഈ പ്രസ്ഥാനത്തെ ഭംഗിയായി കൊണ്ടു നടക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന സുൽത്താനുൽ ഉലമയെ നിയമിച്ചത് പൂക്കോയ തങ്ങളാണ് ആക്ടിംഗ് സെക്രട്ടറിയായി. അത് ഏൽപ്പിച്ച് പിന്നെ ഫസ്റ്റ് യോഗത്തിലേക്ക് PMSA പൂക്കോയ തങ്ങൾക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം രോഗബാധിതനായി. അതുകൊണ്ട് തന്നെ 975 ജൂലൈ മാസം 6-ാം തീയതി മഹാനായ PMSA പൂക്കോയ തങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിടവാങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങി അവിടുത്തെ ദറജ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പിന്നീട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വരാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ മഹാനവറുകളെ പ്രസിഡന്റായി പിന്നീട് ചേർന്ന യോഗം തിരഞ്ഞെടുത്തു. കാരണം PMSA പൂക്കോയ തങ്ങളെപ്പോലുള്ള അഗ്രേഷ്യരനായ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന എന്നാലോ കേരളത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന മഹാരഥനായ ഒരു പ്രസിഡന്റിൻ്റെ വിടവാങ്ങലിന് ശേഷം ആത്മീയ ലോകത്ത് ഏറെ പ്രസിദ്ധനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ഈ പ്രസ്ഥാനം നയിക്കണമെന്ന് SYS സ്റ്റേറ്റ് കമ്മിറ്റി ഐക്യകണ്ഠന തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായി മഹാനവറുകൾ പ്രസിഡന്റ് ചുമതലയേൽക്കുകയും മഹാനവറുകൾ ഏകദേശം 1 വർഷം മാത്രമാണ് പ്രസിഡന്റ് ചുമതലയേറ്റത്. അന്നും EK ഹസൻ മുസ്ലിയാരെ തന്നെ വൈസ് പ്രസിഡന്റായി തുടരുന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു ചേർത്ത ജനറൽ ബോഡിയിൽ വെച്ച് EK ഹസൻ മുസ്ലിയാരെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരെ സെക്രട്ടറിയുമായി നിയമിക്കുകയുണ്ടായി. AP ഉസ്താദിനെ നിയമിക്കുമ്പോൾ EK ഹസൻ മുസ്ലിയാരെ പ്രസിഡന്റായും AP ഉസ്താദിനെ സെക്രട്ടറിയുമായി ബാപ്പു മുസ്ലിയാർ അനുഗ്രഹാശിശുക്കളോടെ തെരഞ്ഞെടുക്കുമ്പോൾ ഇരുവരുടെയും കയ്യിൽ തലവെച്ചുകൊണ്ട് ബാപ്പു മുസ്ലിയാർ പറഞ്ഞത്രേ, അള്ളാഹുവിൻ്റെ ദീന്, ആ ദീന് ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാനും അങ്ങനെ യുവത്വത്തിൻ്റെ പ്രതീകങ്ങളായ ഈ ചെറുപ്പക്കാരെ ദീനീ രംഗത്ത് സജീവമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ മുമ്പ് PMSA പൂക്കോയ തങ്ങൾ ഏൽപ്പിച്ച ചുമതല ഒന്നുകൂടെ ഈ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ AP ഉസ്താദിനെയും EK ഹസൻ മുസ്ലിയാരെയും ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം SYS പ്രവർത്തനം നോക്കിയാൽ വലിയ മുന്നേറ്റമാണ് അത് നടത്തിയത്. വലിയ മുന്നേറ്റം. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ അധ്യക്ഷതയിൽ ഓഫീസിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലെ തീരുമാനം പ്രസ്ഥാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലുതാക്കിയെടുക്കണമെന്നായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ചില കൺവീനർമാരെയും ഒക്കെ മഹാനവറുകൾ ഏൽപ്പിക്കുകയും പിന്നീട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ വിളിച്ചു ചേർത്ത ജനബോഡിയിൽ വെച്ച് തൻ്റെ സ്ഥാനം EK ഹസൻ മുസ്ലിയാർക്ക് കൈമാറുകയും സെക്രട്ടറിയായി AP ഉസ്താദിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്ന് മുതൽ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരും EK ഹസൻ മുസ്ലിയാരും മറ്റ് അംഗങ്ങളും കൈകോർത്തുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം കേരളത്തിൽ ഉടനീളം എത്തിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി EK ഹസൻ മുസ്ലിയാരും AP ഉസ്താദും കേരളത്തിലെ മംഗലാപുരം മുതൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും ടച്ച് ചെയ്യുന്ന രൂപത്തിലൊരു യാത്ര നടത്തി. ആദ്യത്തെ കേരള യാത്ര SYSൻ്റെ ആദ്യത്തെ കേരള യാത്ര എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും എന്നാൽ അതിന് പോസ്റ്ററോ അല്ലെങ്കിൽ അന്ന് പിന്നെ ഈ പോസ്റ്റർ സംവിധാനമില്ല, അതുപോലെ യൂട്യൂബ് സൗകര്യമില്ല, വാട്സപ്പില്ല, എന്തിന് മൊബൈൽ പോലും ഇല്ലാത്തൊരു കാലമല്ലേ.
അതുകൊണ്ട് കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ ഇവരിരുവരും പ്രധാനമായ ആലിമീങ്ങൾ, പ്രധാനമായ ഉമറാക്കൾ, സമ്പന്നന്മാർ, സാധാരണക്കാർ, ചെറുപ്പക്കാർ, അങ്ങനെ ഓരോ ഏരിയകളും നേരത്തെ തന്നെ പിന്നെ വിവരം കൊടുത്തുകൊണ്ട് മംഗലാപുരത്ത് നിന്ന് യാത്ര തുടങ്ങി. ലക്ഷ്യമെന്തായിരുന്നു? SYS ഒരു ബഹുജന പ്രസ്ഥാനമാക്കി, ദീനീ ബഹുജന പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കണം. അതിനോടൊപ്പം പ്രസ്ഥാനത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള ആസ്ഥാന മന്ദിരം പണിയണം. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വൈജ്ഞാനിക വിപ്ലവങ്ങൾ ഉണ്ടാക്കണം. അതിന് ആത്മീയ ബൗദ്ധിക സമന്വയത്തോടുകൂടെയുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ നിർമ്മിക്കണം. ഇങ്ങനെയുള്ള ഒട്ടനേകം സന്ദേശങ്ങളുമായി മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഗൂഡല്ലൂർ, നീലഗിരി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും പണ്ഡിതന്മാരെയും ഉമറാക്കളെയും സമ്പന്നന്മാരെയും സാധാരണക്കാരെയും നേരിട്ട് കണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുപടിയായി 54 മുതൽ പ്രവർത്തിച്ചു വരുന്ന SYS പരിചയപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള ഒരു ആദ്യ യാത്രയാണ് ഈ നേതാക്കന്മാർ നടത്തിയത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ സേവനങ്ങൾ ഈ സംഘടന നടത്തി. അതുപോലെ തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പിന്നെ എല്ലായിടത്തും അറിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ആ കമ്മിറ്റിക്ക് കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, 22/8/1976 EK ഹസൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഹിദായത്തു സുഫിയാൻ മദ്രസയിൽ വെച്ചാണ് ജനറൽ ബോഡിയുടെ ഒരു തീരുമാനമുണ്ട്. ആ ജനറൽ ബോഡിയിൽ വന്ന ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാർ ഒഴിഞ്ഞ് EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റായി. പിന്നീട് ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ എടുത്ത കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രസിഡന്റ് EK ഹസൻ മുസ്ലിയാർ, വൈസ് പ്രസിഡന്റ് അവേലത്ത് സയ്യിദ് കുഞ്ഞുസീദി കോയ തങ്ങൾ, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ, K കുഞ്ഞബ്ദുള്ള പട്ടേൽ തുരുത്തി, ഇവരാണ് വൈസ് പ്രസിഡന്റുമാർ. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ, സെക്രട്ടറിമാർ മോയ്മോനാജി മൊക്കം, VM കോയ മാസ്റ്റർ, KK അഹമ്മദ് കണ്ണൂർ, മൗലവി AKB ബീരാൻ ഇരിങ്ങാവൂർ, ബീരാൻ മൗലവി ഇരിങ്ങാവൂർ, ഇവർ ജോയിന്റ് സെക്രട്ടറിമാർ. ഖജാൻജിയായി കാരാട്ട് കുഞ്ഞമ്മദാജിയെയും തെരഞ്ഞെടുത്തു. എന്നിട്ട് ഈ ജനറൽ ബോഡിയിലെടുത്ത ഒരു തീരുമാനം എന്താണിരുണ്ടോ, പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ചുരുങ്ങിയത് 3 ദിവസത്തെ ലീവ് അനുവദിക്കാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയമാണ് ഫസ്റ്റിൽ ഈ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കേണ്ടത്. അതിന് അവതാരകൻ ഈ മൊയ്തീൻകുട്ടി മാസ്റ്ററും അനുവാദകൻ NV ബീരാൻകുട്ടിയാജി. NV ബീരാൻകുട്ടിയാജി എന്ന് പറയുന്ന നല്ലൊരു വായതുണ്ടായിരുന്നു കേരളത്തിൽ. എത്രയോ പള്ളികളും മദ്രസകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വയലുകൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള പള്ളികളും മദ്രസകളും അദ്ദേഹത്തിൻ്റെ വയലുകൊണ്ട് വിപുലമാക്കിയിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ കടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ നാട്. NV ബീരാൻകുട്ടിയാജി നല്ല മാധുര്യമുള്ള ശബ്ദത്തിലായിരുന്നു അദ്ദേഹം വയലു പറഞ്ഞിരുന്നത്. വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ പഴയ കാലത്തെ ആലിമീങ്ങളൊക്കെ പലരും ആജിയായിരുന്നു, സാഹിബ് എന്ന പേരിലൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. NV ബീരാൻകുട്ടിയാജി ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ളവരും പല പ്രഭാഷണ വേദികളിലും വേദി പങ്കിട്ടവരും അതുപോലെ വലിയ സ്നേഹബന്ധങ്ങൾ നിലനിന്നവരുമായിരുന്നു. അദ്ദേഹം 980 ശേഷമാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാരത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരും നമ്മോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വഴികളിലായി ഒപ്പമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അനിയന്മാരെല്ലാം മുസ്ലിം ജമാഅത്തിലും അതുപോലെ മറ്റ് നമ്മുടെ പള്ളി മദ്രസകളെ നേതൃസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മോടൊപ്പമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ മറ്റ് നേതാക്കന്മാർ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗത്തിൻ്റെ ഭാഗമായി കുറേ നേതാക്കന്മാർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ ലഭ്യമായ ചരിത്രമനുസരിച്ച് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നുമുണ്ട്. പിന്നെ ബീരാൻകുട്ടി ആജിൻ്റെ പേര് ഇവിടെ പെട്ടെന്ന് വായിക്കാൻ കാരണം അത് ഞാനുമായി അടുത്ത ബന്ധമുള്ള ആളും അതുപോലെ എൻ്റെ തൊട്ടടുത്ത പ്രദേശത്തുകാരനുമായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഏതായാലും ഈ കമ്മിറ്റിയിലെ ബീരാൻകുട്ടി ആജി അനുവാദകനും മൊയ്തീൻകുട്ടി മാസ്റ്റർ അവതാരകനുമായി 22/8/76 SYS ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയം ഇന്നും ഉത്തരം കാണാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്രയോ അവധികളുണ്ട്. പിന്നെ ഓണത്തിന്, ക്രിസ്തുമസിന് ഒക്കെ അവധികളുണ്ട്. എത്രയാണ് അവധി എന്ന് വെച്ചാൽ
അവരുടെ എല്ലാ ആഘോഷങ്ങളും അതിനോടനുബന്ധമായ സൽക്കാരങ്ങളും എല്ലാ അറ്റുറ്റാലും കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെയും ധാരാളം ദിവസങ്ങൾ ബാക്കിയാകുന്ന രൂപത്തിൽ അവർക്കൊക്കെ ലീവ് അനുവദിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളിക്കൂടങ്ങൾ പ്രത്യേകിച്ചും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളൊക്കെ ഇത്രയധികം ലീവ് കൊടുത്തുകൊണ്ട് അടച്ചിടുന്നത് ശരിയാണോ എന്ന് എല്ലാവരും ഈ ലീവിൻ്റെ ആനുകൂല്യം പറ്റുന്ന സമുദായങ്ങളും ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ഒരു ദിവസം ഇപ്പോൾ നാളെ ദേശീയ ബന്ധാണ്, നാളത്തെ ഒരൊറ്റ നഷ്ടം എന്താണ് ആ ദേശീയ ബന്ധം? ഞാനതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ എന്നല്ല ചെയ്യുന്നത്. ഒരു വഴിപ്പാട് പോലെ ഒരു കൊല്ലത്തിൽ കാണാം ഒരു ദേശീയ ബന്ദ്. ആ ദേശീയ ബന്ദ് കൊണ്ട് എന്താണോ ഇവിടെ നേടിയെടുത്തത്? എൻ്റെ ഓർമ്മയിലൊന്നും ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തിയാൽ കുഴപ്പമില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം എന്താണ് ഈ ദേശീയ ബന്ദ് കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധിനെ തുടർന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നുള്ള നിലക്ക് ഞാൻ അരീക്കോട് മജ്മഅന്റെ പ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ കീഴിൽ നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ നാളെ ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് സമരത്തെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചൊപ്പം നിൽക്കുന്നതിൻ്റെ തെളിവല്ല. ഈ സമരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ഈ കൊച്ചു മക്കൾക്കും അവർ യാത്ര ചെയ്യുന്ന ബസ്സിനും അത് ഓടിക്കുന്ന അതിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും ഒരു പ്രയാസം വരരുത് എന്ന നിലക്ക് നമ്മളത് നാളെ ലീവ് കൊടുക്കുന്നു. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഈ സമരം എത്രമാത്രം നഷ്ടം, ഇനി എന്തെങ്കിലും ഒരു നേട്ടം ഇതുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ 100 ഇരട്ടി നഷ്ടമായിരിക്കും ഒരു ദിവസം ബന്ധുണ്ടാകുമ്പോൾ, ഒരു ദിവസം സമരമുണ്ടാകുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, SFI അവർ ഉയർത്തിപ്പിടിച്ച ആശയത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഏതൊരാശയം നേടിയെടുക്കാനും സമരം ചെയ്യാനും ഒരു കോടതിയൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു മാർഗനിർദ്ദേശമില്ല. ആരെ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥിയാണ് എന്ന് കരുതി, വിദ്യാർത്ഥി സംഘടനയാണെന്ന് കരുതി, അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ളവരാണ്, അവർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ടെന്ന് വെച്ച് ഓരോ സമരക്കാരും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ എത്രയാണ്? നാളത്തെ ഇന്ത്യ ഒരു ചെറിയ ശതമാനം ഇപ്പം നാളെ ബന്ദിനുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ 1/2% ഉണ്ടാവുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ 1/4% ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതിൻ്റെ നഷ്ടം എത്രയാണ്? നാളെ ഓഫീസുകളിൽ വരാൻ കഴിയാത്തവരുടെ ഹാജർക്കുറവ് വരുത്തുന്ന നഷ്ടം. എത്രയോ ആളുകൾ, ഒരു ഫയൽ ഒരു മനുഷ്യൻ്റെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ജീവനായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാറുള്ളത്. അപ്പം അത് നാളെ മുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് നഷ്ടമുണ്ടാവും. എത്രയോ രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസപ്പെടുത്തും. എത്രയോ ആളുകൾ, ഗർഭിണികൾ, അതുപോലെ രോഗികൾ, അവർക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഒരു ഫാക്ടറി ഇത്ര സമയം അടച്ചിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണ്? അപ്പം ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു ബന്ധും എന്തല്ല, ഒരു ലീവും എന്തല്ല ആശാവഹമല്ല. എന്നാൽ നോക്കൂ, ഒരാഘോഷം വരുമ്പോൾ അവർക്കത് കുടുംബസമേതമായി ഒന്ന് ആഘോഷിക്കണം. അതിലിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്താണ്, അയാളുടെ വീട് കാസർഗോഡാണ്. അപ്പോൾ നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വണ്ടി കയറിയാൽ എപ്പോഴായിരിക്കും പെരുന്നാൾ ആഘോഷിക്കാൻ അവർ നാട്ടിലേക്ക് എത്തുക? എത്രയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്? അവർക്കില്ലേ, മക്കളില്ലേ, പേരമക്കളില്ലേ, ആഘോഷങ്ങളില്ലേ? അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, 22/8/76 EK ഹസൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന SYSന്റെ ജനറൽ ബോഡി യോഗത്തിലെ 1ാമത്തെ പ്രമേയം പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ചുരുങ്ങിയത് 3 ദിവസത്തെ ലീവ് അനുവദിക്കാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. എത്ര വർഷമായി? 76, 86, 96, 2006, 2016, 2026, 1/2 നൂറ്റാണ്ടുകാരായില്ലേ ഈ ആവശ്യം ഉന്നയിച്ചിട്ട്? എന്നാൽ അതിനു മുമ്പേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രം പരിഗണിക്കാൻ ഒരു ഗവൺമെന്റും മനസ്സ് കാണിക്കണില്ല. 10 ദിനം ഒരു സമുദായത്തിൻ്റെ ആഘോഷത്തിന് വേറൊരു സമുദായത്തിൻ്റെ ആഘോഷത്തിന് കണക്കില്ലാത്ത അത്ര, അല്ലെങ്കിൽ അവർ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും എത്രയോ ദിവസം ബാക്കിയാകുന്ന രൂപത്തിൽ ലീവ് കൊടുക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ 2 ആഘോഷങ്ങളാണ് മുസ്ലിം സമുദായത്തിന് ഒരു വർഷത്തിലുള്ളത്. 2 ആഘോഷം. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലി പെരുന്നാൾ.
ഈ ചെറിയ പെരുന്നാൾക്ക് ഒരു 3 ദിവസം, ഒരു ദിവസം നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നൊരവധി, അതുപോലെ നാളെ പെരുന്നാളും കഴിഞ്ഞ് മറ്റന്നാൾ ഒരു അവധി എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിങ്ങൾ നോക്കൂ, കുടുംബത്തിനോടൊപ്പം തലേന്ന് വരാൻ കഴിയുന്നു, കുടുംബത്തിനോടൊപ്പം പിറ്റേന്നും പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നു. പിന്നെ ജോലി സ്ഥലത്തേക്ക് പോകണ്ടേ. യഥാർത്ഥത്തിൽ 3 ലീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലീവ് തന്നെ അതുള്ളൂ. 1 വരാനും പിന്നെ 3 പോകാനും നടുവിലൊരു ലീവ് ആഘോഷത്തിനുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ അത് അനുവദിക്കാൻ എത്ര കാലം മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്ത ആൾക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. CH മുഹമ്മദ് കോയ സാഹിബ് കുറഞ്ഞ ദിവസമാണെങ്കിലും മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അതുപോലെ എക്കാലത്തും നിങ്ങൾ നോക്കൂ, ആദ്യ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സമയത്ത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വകുപ്പൊക്കെ EMS നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിനാണല്ലോ കൊടുത്തിരുന്നത്. മലപ്പുറം ജില്ല പോലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലും മുസ്ലിം ലീഗിന്റെ ശക്തമായ സമ്മർദ്ദം കൊണ്ട് വന്നു എന്നാണല്ലോ അവകാശവാദം. അത് ഞാൻ നേരാണ്, അത് ആ അവകാശവാദം മാത്രമല്ല, അത് യാഥാർത്ഥ്യമായി ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ഇതുമായുള്ള വിഷയങ്ങൾ വരുന്നിടത്തൊക്കെ ഇത് സൂചിപ്പിക്കാറുമുണ്ട്. എന്നാൽ അവർക്ക് ആർക്കെങ്കിലും തോന്നിയോ ഈ സമുദായത്തിൻ്റെ പണ്ഡിതന്മാരും യുവജന പ്രസ്ഥാനമായ SYS-ഉം മറ്റ് പല ആളുകളും കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് പെരുന്നാൾ ആഘോഷത്തിന് ഒരു 3 ലീവ് അനുവദിക്കണം. ഇതുവരെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പെരുന്നാൾക്ക് പോലും നിങ്ങൾ നോക്കൂ, അവര് തന്ന ലീവ് പോലും പിൻവലിച്ചു. പിന്നെ ശക്തമായ പ്രതിഷേധം വന്നപ്പോഴാണ് ഒരു ലീവ് കിട്ടിയത്, ഒറ്റ ലീവ്. ആ ലീവ് തന്നെ നിങ്ങൾ നോക്കൂ, അന്ന് അവര് പിന്നെ പെരുന്നാൾ നിശ്ചയിച്ച ദിവസത്തിന്റെ തലേന്ന് പെരുന്നാളായപ്പോൾ നിശ്ചയിച്ച ലീവ് ക്യാൻസൽ ചെയ്തു. പിന്നെ പലരും പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം വന്നപ്പോഴാണ് എന്നാൽ എന്തായി, ഒരു ലീവ്, ആ നിഷേധിച്ച ലീവ് പുനഃസ്ഥാപിക്കണേ. പേരെന്തായി, മുസ്ലിം ന്യൂനപക്ഷം ഒരു വിഷയം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതെന്താണ്, അത് ഇപ്പം നമ്മൾ പരിഗണിക്കുന്നതിൽ ഈ ഗവൺമെന്റ് വളരെയേറെ മുന്നിലാണ്. ഇങ്ങനെ ഒരു സെൽപ്പേരോ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുകയാണ്. അതല്ലാതെ ഇതൊന്നും സമുദായത്തോടോ സമൂഹത്തിനോടോ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന സംഗതിയല്ല. എന്നാലും ഞാൻ ഇപ്പോഴും ഈ സമയത്തും ഒരു പക്ഷേ ഇതാരും കേൾക്കുന്നുണ്ടായിരിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഒരു വികാരം ഞാൻ പങ്കുവെക്കുകയാണ്. 22/8/76 മഹാന്മാരായ പണ്ഡിതന്മാരെ അധ്യക്ഷ EK അഷ്റഫ് മുസ്ലിയാരെ പോലുള്ള പണ്ഡിത പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ കൂടി ഒരു ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഒരു ആവശ്യം, പെരുന്നാൾ ആഘോഷങ്ങൾ ചുരുങ്ങിയത് 3 ലീവെങ്കിലും അനുവദിക്കണമെന്ന ആ പ്രമേയം നോക്കൂ. ഈ കേരളം ഭരിക്കുന്നവരും ആ കേരളം ഭരിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നവരും എല്ലാ ആളുകളും ഇതൊരു നമ്മളെ ഒരു അനിവാര്യമായ അത്യാവശ്യമായ ഒരു ആവശ്യമായി ഇത് പരിഗണിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം സർക്കാരുകളിൽ നടത്താനുള്ള ഒന്നിച്ചുള്ള ഒരു പോക്ക്, ഒന്നിച്ചുള്ള ഒരു ശബ്ദമായി നമ്മുടെ ഈ ആവശ്യം ഉന്നയിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അന്ന് മുതൽ എടുത്ത ഓരോ തീരുമാനം നിങ്ങൾ നോക്കൂ. 1976 സെപ്റ്റംബറിൽ നടത്താൻ തീരുമാനിച്ച ഫസ്റ്റ് ടൈം പരീക്ഷ റമദാനിലാകയാൽ ആയത് മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. പ്രമേയം അവതരിപ്പിച്ചത് അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. അനുവാദകൻ PM ബാപ്പുട്ടി ഹാജിയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഒരു ലജ്ജ തോന്നുന്നില്ലേ നമുക്ക്? അതായത് ഇത്രയൊക്കെ നെറ്റ് സൗകര്യങ്ങളും മറ്റൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പോലും വെള്ളിയാഴ്ച പരീക്ഷ, പിന്നെ പാവം മുസ്ലിം കുട്ടികൾ പരീക്ഷ കാരണം ജുമുഅ മുടങ്ങുമല്ലോ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ സമ്മർദ്ദം വരുമ്പോൾ ആ സമയത്ത് 1/2 മണിക്കൂർ മാറ്റിക്കൊടുക്കുക. ഇങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ഏത് മുന്നണി നടത്താലും വരുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഇപ്പം റമദാൻ മാസം ഇവിടെ ജൂൺ ഏകദേശം നിങ്ങൾ നോക്കൂ, മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളെ ഒരു വർഷം ഒക്കെ വാർഷിക ലീവ് വരുന്ന, അതായത് വെക്കേഷൻ ലീവ് വരുന്ന സമയത്ത് റമദാൻ വന്നാൽ ആ റമദാൻ ഒരു പരിഗണന നൽകിക്കൊണ്ട് ചില ഇളവുകളെങ്കിലും ചെയ്യേണ്ടത്. ഈ വർഷമൊക്കെ എന്താ ഗവൺമെന്റ് ചെയ്തത്? അതൊക്കെ മുസ്ലിം വിരോധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിലും മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് താലിബാനിസം, ഭീകരവാദം, ന്യൂനപക്ഷ ഭീകരത ഇങ്ങനെയാണുള്ളവർ പറഞ്ഞു വെച്ച ഇസ്തിരിയിട്ട കുറച്ച് വാക്കുകളുണ്ട് രാഷ്ട്രീയക്കാർക്ക്. ഇസ്തിരിയിട്ട വാക്കുകൾ അതിലൊരു കാലത്തും മാറൂല. ദേശീയപാത വികസനത്തിന്റെ വിഷയം വന്നപ്പോൾ
അതിൽ ചില ഭാഗത്ത് അവരുടെ സ്വത്തുക്കൾക്ക് ഒന്നുകിൽ പണ്ടൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഗവൺമെന്റ് വേണ്ടതുപോലെ വില കൊടുക്കൂല. അപ്പൊ ആ ഒരു ധാരണ കാരണം ഞങ്ങൾ സ്ഥലം തരൂല. അപ്പൊ സ്ഥലം തരാത്ത ആളുകൾ സംഘടിച്ചുകൊണ്ട് ആ സമരത്തിൽ ആരെങ്കിലും പങ്കെടുത്താൽ പിറ്റേന്ന് ആ റോഡിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആൾക്കാർ എന്താ പറയുന്നത്, ആ പിന്നെ സമരം നടന്ന തീവ്രവാദികളാണ്, ഭീകരവാദികൾ. പേര് നോക്കിയിട്ടാണ് തീവ്രവാദവും ഭീകരവാദവും പറയുന്നത്. എന്ത് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ, മദ്രസയുടെ സമയത്തെ സംബന്ധിച്ച് ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഏത് സമയത്ത് സ്കൂൾ നടത്തിയാലും ഞങ്ങൾക്ക് SFIയെ പോലെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആളുകളെ പോലെയോ പോലീസുകാരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഓഫീസുകൾ പ്രവർത്തനം തടയാനോ അതുപോലെ VCയെ ഗവർണറെ ഒന്നും ഗരാബ് ചെയ്യാനൊന്നും ഈ സമുദായം ഉണ്ടാവില്ല. ഈ സമുദായം പറയും, ആവശ്യം ഉന്നയിക്കും. ആ ഭാഗം അതുപോലെയാണ് ഇപ്പൊ ഈ മദ്രസയുടെ സമയം. ആകെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മിനിറ്റാണ് മദ്രസക്ക് കിട്ടുന്നത്. അതിൽ 15 മിനിറ്റും കൂടി അങ്ങോട്ട് വലിച്ചിട്ട് പഠനം, സ്കൂളിന്റെ പഠനം ഒന്നും ഇങ്ങോട്ട് കീപ്പോട്ട് ഇറങ്ങുന്ന വിഷയം ഇവിടെ ഉണ്ട്. ആ വിഷയത്തിൽ അത് ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറയുമ്പോഴേക്ക് മതപണ്ഡിതന്മാർ ഇത്തരം വിഷയത്തിൽ ഇടപെടരുത്. അതൊക്കെ തീവ്രവാദത്തിന്റെ ലക്ഷണമാണ്, ഭീകരവാദത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ നിങ്ങൾ, ഇസ്തിരിയിട്ട വാക്കാൽ, അത് പഠിച്ചു വെച്ച വാക്കാൽ. അതുപോലെ കണ്ടില്ലേ ഇപ്പോ നമ്മൾ നോക്കൂ, നമ്മളെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ എല്ലാ വീട്ടിലും ആ ഉമ്മമാരെ സ്ഥിതി നിങ്ങൾക്കറിയാം. രാവിലെ ഒരു 6 മണി മുതൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു 9 മണി വരെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പണിയോട് പണിയാണ്. 2-3 മക്കളും 1-2 പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ കലാലയങ്ങളിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ പേരക്കുട്ടികൾ KG ക്ലാസ്സുകളിൽ, സ്വന്തം മക്കൾ ചിലപ്പോൾ +1 മേധയുള്ള ക്ലാസ്സുകളിൽ, വേറെ കുറച്ച് കുട്ടികൾ ഹൈസ്കൂളിൽ അല്ലെങ്കിൽ UP സ്കൂളിൽ, LP സ്കൂളിൽ, ഇവരെയൊക്കെ പിന്നെ അണിയിച്ചൊരുക്കി, കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി അവരുടെ സിലബസ് അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങളൊക്കെ ബാഗിലാക്കി വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ നല്ല വൃത്തിയിലായിട്ടാണ് ടീച്ചർമാർ കുട്ടികളെ, വീട്ടമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. നമുക്കറിയാം, ഏതൊരു അധ്യാപകന്മാർക്കും അറിയാം, ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പീരീഡ്, 2ാം പീരീഡ്, 3ാം പീരീഡ്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സമയം. 4 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ചടക്കുമെന്ന കാര്യം ഉറപ്പല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് 1 മണിക്കൂർ പോലും പ്രഭാഷണം ശ്രദ്ധാപൂർവം കേട്ടിരിക്കാൻ നമുക്കിന്ന് ആളുകളെ കിട്ടുന്നുണ്ടോ? ആളുകൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഇതല്ലേ, ഒന്നിലേക്ക് മുദ്രിക്കാൻ പോകണം, അല്ലെങ്കിൽ കോട്ടുവായിടണം, അല്ലെങ്കിൽ വെറുതെ എഴുന്നേറ്റ് ഒരു കൈയും കാലും ഒക്കെ ഒന്ന് അളക്കണം, ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ കുട്ടികൾ രാവിലെ നല്ല വൃത്തിയുള്ള കുളിച്ചൊരുങ്ങി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് വന്ന ഉടനെ ഒരു ഡാൻസ്. ആ ഡാൻസിൽ നിങ്ങൾ നോക്കൂ, ഇവർ ശരീരമാകെ ഇളകി വിയർപ്പ് ഒഴുകി, ആ വിയർപ്പ് ഈ വസ്ത്രത്തിലെല്ലായി. ആ വസ്ത്രമായിട്ട് ഈ കുട്ടികൾ വൈകുന്നേരം 3:50, 4 മണി വരെ സ്കൂളിലിരിക്കണം. നോക്കൂ, ഇൻഫെക്ഷൻ വരാൻ വേണ്ടി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? വല്ല വൃത്തിയുടെയും ആരോഗ്യത്തിൻ്റെയും കാര്യങ്ങളല്ലേ ഗവൺമെന്റിന്റെ ആൾക്കാരൊക്കെ പറയുന്നത്. ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് വൃത്തി ഉണ്ടാകുന്നത്? ഈ കുട്ടിയുടെ സ്വകാര്യ മേഖലയിലുള്ള ഈ നനവുകൾ, ഈ മറ്റുള്ളതൊക്കെ പുറത്തുള്ളതൊക്കെ ഇപ്പോൾ ഉണങ്ങിയെന്ന് വരും, സ്വകാര്യ ഭാഗങ്ങളിലുള്ള ഈ നനവുകളൊക്കെ എപ്പോഴാണ് ഈ തെകത് ഉണങ്ങുക? ആ ചളി, ആ ചോറും ചളിയുമായി 4 മണി വരെ സ്കൂളിലിരിക്കണം. പിന്നീട് ഈ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലെത്തി ഒരു 5-5:30 മണിയോ, ചിലർ അതിൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിലും വൈകും, കാരണം ബസ് അവരെ കണ്ടാൽ നിർത്തൂല. പിന്നെ തൂങ്ങി പിടിക്കണം, ചാടി കയറണം. അങ്ങനെയൊക്കെ ഒരു 5:30-6 മണിക്ക് എത്തിയിട്ട് പിന്നെ വേണ്ടേ ഈ കുട്ടിക്ക് കുളിക്കണമെങ്കിൽ, വസ്ത്രം മാറ്റണമെങ്കിൽ, അതുവരെ ഈ ചോറും ചളിയുമായിട്ട് ഈ കുട്ടി ഈ സ്കൂളിൽ ഇരിക്കണ്ടേ? അപ്പോൾ ഒരു ശാസ്ത്രീയ പഠനം നടക്കാതെ തീർത്തും അശാസ്ത്രീയമായ ഒരു സുംബോ ഡാൻസോ എന്തൊരു ചാടിക്കളി, പെട്ടെന്ന് ഒരു ചർച്ചല്ല, MLA-മാരടി ചർച്ചല്ല, മന്ത്രിമാരടി ചർച്ചല്ല, വിദ്യാഭ്യാസ ഉന്നത മേലാധികാരികൾ അവരുടെ ചർച്ചയില്ല, അതുപോലെ ഇവിടുത്തെ വിവിധ സംഘടനകളും മറ്റുമൊക്കെ ഒരു ചർച്ചയില്ല. പെട്ടെന്നാണ്ട് ഭ്രാന്ത് പോലെ പെട്ടെന്ന് കിട്ടി, എപ്പോഴാണ് ഭ്രാന്താകാന്ന് അറിയില്ല എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് തീരുമാനം വരും. ആ തീരുമാനം വരുമ്പോൾ കുട്ടികളെ വസ്ത്രത്തിൻ്റെ വൃത്തി, അതുപോലെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അഭിപ്രായമില്ലേ?
അതുപോലെ കുട്ടികൾക്ക് ആദ്യത്തെ പീരീഡ് തന്നെ ചാട്ടക്കളിക്ക് പകരം പ്രധാനമായ ഒരു വിഷയം പഠിപ്പിക്കലല്ലേ ഒരു ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത്. അപ്പം ഇതിൽ ആശങ്കയുള്ള ആളുകൾ അതിനെപ്പറ്റിയുള്ള ഒരു പ്രതിഷേധം വന്നപ്പോഴേക്ക് താലിബാനികളാണിത്, താലിബാനികളാണ്, വർഗീയവാദികളാണ്, അതുപോലെ തന്നെ തീവ്രവാദികളാണ്. ഇത് ഇസ്തിരി വെച്ച ചില പദപ്രയോഗങ്ങൾ, രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള പദപ്രയോഗങ്ങളുണ്ട്. ആ പദപ്രയോഗങ്ങളുമായി നേരിടുക എന്നല്ലാതെ വിഷയങ്ങൾ വസ്തുതാപരമായി അന്വേഷിക്കുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായവർക്കൊക്കെ അനിവാര്യമായി നിലനിർത്തേണ്ട ഒരു ഇബാദത്താണ് നോമ്പ്. ആ നോമ്പ് ഖളായി പോയാലുള്ള ബുദ്ധിമുട്ട് എന്തായാലുണ്ടോ, അത് അടുത്ത നോമ്പിന് മുമ്പ് ഖളാവ് കിട്ടണം. ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ പലകൊണ്ടുകൊണ്ടും പ്രയാസപ്പെടും. അപ്പോൾ അത് നമ്മളെ സ്കൂൾ കുട്ടികളെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ 15 വയസ്സോടുകൂടി എല്ലാവർക്കും പ്രായപൂർത്തിയായില്ലേ. ആ കുട്ടികൾക്ക് നോമ്പിന് വലിയ പരീക്ഷകൾ. അത് ഈ കൊല്ലമൊക്കെ റമദാനിൽ എന്താണ് ഗവൺമെൻറ് ചെയ്തത്? ഇടവിട്ട ദിവസങ്ങളിൽ നിത്യവും പരീക്ഷ നടത്തിക്കൊണ്ട് റമദാൻ മൊത്തം പരീക്ഷ വയ്ക്കും. യഥാർത്ഥത്തിൽ അതിന് ശേഷം എന്താണ്? ലീവാണ്. 2 മാസം ഇവിടെ ലീവ് വരികയാണ്. അപ്പം എന്താണ് ഒരു 15 ദിവസം ഒന്നും കൂടി അങ്ങ് നീട്ടിയിട്ട് പരീക്ഷ മാറ്റി വെച്ചാൽ എന്താണ്? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ എല്ലാ കൊല്ലത്തും അത് പ്രശ്നമല്ല. വെള്ളിയാഴ്ച നോട്ടല്ല, റമദാനാണെന്ന പരിഗണനയില്ല. ഇതൊക്കെ മുസ്ലിം സമുദായം പണ്ടേ ആവശ്യപ്പെട്ടതാണ്. ഈ തീരുമാനിക്കുന്ന കാലത്തൊന്നും ഒരു തീവ്രവാദവും പെടില്ലല്ലോ. അന്നത്തെ പ്രതിപക്ഷ നേതാവും ഭരണപക്ഷത്തുള്ളവർ ആരും ഇത് തീവ്രവാദമായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോഴുള്ളൊരു പ്രത്യേകത, ഇത്തരം അനിവാര്യമായ അത്യാവശ്യമായ ഒരു വിഷയങ്ങൾ പറയുമ്പോഴേക്ക് താലിബാനീസ് ആരോപണം, തീവ്രവാദ ആരോപണം, ഇത് ദയവ് ചെയ്ത് ബഹുമാന്യരായ രാഷ്ട്രീയ നേതാക്കന്മാരൊന്ന് മാറ്റി സഹകരിക്കണം. നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിലും ഒരു പ്രതികരണത്തോടൊരു മാന്യമായ സമീപനമെങ്കിലും സ്വീകരിക്കണം എന്നാണ് ഈ സമയത്തും എനിക്ക് പറയാനുള്ളത്. ഏതായാലും സമസ്ത കേരള സുന്നി യുവജന സംഘം അതിൻ്റെ ഓരോ തീരുമാനങ്ങളും നിങ്ങൾ നോക്കും. അതുപോലെ തന്നെ 4ാമത്തെ തീരുമാനം എന്താണ്? 22/8/76 എടുത്ത E.K. അസ്ഹർ മുസ്ലിയാർ അധ്യക്ഷതയിൽ AP ഉസ്താദ് സെക്രട്ടറിയായ ആ തുടക്കകാലത്ത് 4ാമത്തെ തീരുമാനം എന്താണ്? വഖഫിന്റെ ഉദ്ദേശാനുസാരം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാത്ത എല്ലാ മഹല്ല് ജമാഅത്ത് മുത്തവല്ലിമാ തുടങ്ങിയവരെ കുറിച്ച് വഖഫ് ബോർഡിൽ നിന്ന് വേണ്ടപ്പെട്ട നടപടികൾ എടുക്കാത്തത് ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും മേലിൽ വഖഫിന്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ സഹായകമാകുന്ന നയം സ്വീകരിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രമേയം അവതരിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനായ NV ബീരാൻകുട്ടി കടുങ്ങല്ലൂരാണ്. അനുവാദകൻ മൗലവി VPM വില്യാപ്പള്ളി വൈസിയാണ്. ഇന്നും മർക്കസിലെ പ്രധാന മുദരിസായി അദ്ദേഹം സേവനം തുടരുന്നു. VPM വൈസി വില്യാപ്പള്ളി, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ അവർ ആദ്യം ഈ വഖഫ് ബോർഡിന് എന്താണ് പറയുന്നത്? വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുത്തുന്ന കമ്മിറ്റിക്കാരുണ്ട്. നിങ്ങൾ നോക്കൂ, മുനമ്പം ഇതിൽ പ്രധാനമായ ഉദാഹരണമല്ലേ മുനമ്പം. മുനമ്പം എന്ന് പറഞ്ഞാൽ എന്താ? വഖഫ് എന്ന ആ നിയമം അത് പാലിക്കണ്ടേ? അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല മുനമ്പം. അവർ വേറെ ഏതോ ഒരു വിഭാഗമാണ്. പക്ഷേ ഏതൊരു വിഭാഗമാണെങ്കിലും വഖഫിൽ വിശ്വസിക്കുന്ന ആളല്ലേ, പരലോക ഗുണം വെച്ചുകൊണ്ടല്ലേ, ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ വഖഫ് സ്വത്ത് കൊടുക്കുക. പക്ഷെ എന്താണ് ഈ മതവിരോധികൾ, വഹാബികൾ, അവർക്ക് എന്ത് വഖഫ് സ്വത്ത്? അവർക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പോലും ഒരു ശരിയായ വിശ്വാസത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പോലും അവർക്ക് യഥാർത്ഥ വശത്തിലേക്ക് എത്താൻ അവർ കഴിഞ്ഞിട്ടില്ല. എന്താ അവർക്ക് വഖഫ് സ്വത്തിൻ്റെ കാര്യം? ഏതായാലും ആ വഖഫ് സ്വത്ത് എന്ത് ചെയ്തു? കുറേ അവർ കാശിന് വിറ്റു. പലരും അത് കയ്യേറി എന്ന് കേൾക്കുന്നു. ഇപ്പോൾ അവരോട് സമരം ചെയ്യുകയാണ്. എന്താണ് എന്നാൽ ഇതിൻ്റെയൊക്കെ മുമ്പ് നിങ്ങൾ നോക്കൂ. ഇന്നിപ്പോൾ അത് വിവാദമായിട്ടുള്ളൂ. എന്നാൽ സമസ്ത കേരള സുന്നി യുവജന സംഘം വഖഫ് ബോർഡിനാണ് നിവേദനം കൊടുക്കുന്നത്. പല വഖഫ് സ്വത്തുകളും അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇന്ന് ആരെ കയ്യിലാണോ വഖഫ് സ്വത്ത് അവരത് അന്യാധീനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് അതിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ സഹായിക്കണം. ഇന്നിപ്പോൾ അത് തീരുമാനമാകാതെ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ SYSന്റെ വല്ലാത്ത ചൂണ്ടിക്കാട്ടലുകളും ഇടപെടലുകളും അതുപോലെ തന്നെ പ്രമേയം പാസാക്കലും അവകാശത്തിന് വേണ്ടിയുള്ള ശബ്ദവും പണ്ടേ തുടങ്ങിയതാണ് എന്നാണ് ഞാൻ ഇന്നലെ മുതൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആറാമത്തെ തീരുമാനം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന യഥാർത്ഥ മതം, ആ മതത്തിന്റെ പ്രവർത്തനങ്ങൾ അതിൽ അതിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ പ്രലോഭിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സമുദായത്തിൽ വിഘടനവാദങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണതകൾക്കെതിരെ, അത്തരം കക്ഷികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അവതരിപ്പിക്കുന്ന പ്രമേയവും അവിടെ വായിക്കുകയുണ്ടായി. അത് അവതരിച്ച് സി ഹൈദർ ഹാജിയാണ്. അത് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ സംഘടനാ വക്താവായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. അനുവാദകൻ PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ്. അതും SYSന്റെ ജോയിന്റ് സെക്രട്ടറിയായി ഏറെ കാലം സേവനം ചെയ്ത മഹാൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാരത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് SYS അതിൻ്റെ തുടക്കം മുതലേ പ്രവർത്തിക്കുന്നത്. അതല്ലാതെ അതൊരു സ്വന്തം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയോ ഒരു രാഷ്ട്രീയ കക്ഷിയാകാൻ അതെന്തെങ്കിലും ഒരു സൂചന പോലും ആരുമായി പങ്കുവെക്കുകയോ ചെയ്യാതെ മതത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് മതത്തിലുള്ള ജനങ്ങളെ നന്നാക്കിയെടുക്കാനുള്ള പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ അവർ ജീവിക്കുന്നത് ഈ ഭൂമിയിലായതുകൊണ്ട് ഈ ഭൂമി നിയന്ത്രിക്കുന്ന ആളുകൾ, ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചോദിച്ചു വാങ്ങുക എന്ന ശൈലിയാണ് SYS തുടക്കകാലം മുതൽ നടത്തി വരുന്നത്. അത് AP ഉസ്താദും EKS മുസ്ലിയാരും നേതൃത്വത്തിൽ വന്നതോടുകൂടെ അതിന് വലിയ ഉന്മേഷം കിട്ടി എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അണിനിരക്കുകയും ചെയ്ത മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു പാരത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ. എന്നാൽ ഈ പ്രസ്ഥാനത്തെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമ അടക്കമുള്ള നേതാക്കൾ, പ്രവർത്തകന്മാർ, നമുക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നമ്മുടെ സമയം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങളും കൂടി അള്ളാഹു നൽകട്ടെ. അമീൻ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രഭാഷണം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.